ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വളരെ ശ്രേഷ്ഠമായ ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ പരിപാവനമായി നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂർ. ഭൂലോക വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂർ. ഭഗവാനെ ആരാധിച്ച് തപസ് ചെയ്തൊരു ഒരു പുണ്യം നേടിയൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. അത് പറയാതെ വയ്യ. ഇന്ന് ഈ പദത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വിത്ത് അന്ന് ഭഗവാൻ വിതച്ചിട്ടുണ്ടെന്നാണ്. മേൽശാന്തി പദവി എന്നുള്ളത് പ്രത്യേകിച്ചും ഏതൊരു ക്ഷേത്രത്തിനും മേൽശാന്തി പദവി വളരെ ഉത്തരവാദിത്തപ്പെട്ട തന്നെയാണ്. ഗുരുവായൂർ പോലുള്ളൊരു മഹാക്ഷേത്രത്തിലെ മേൽശാന്തി പദവി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഉത്തരവാദിത്തങ്ങൾ അതിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏപ്രിൽ 1 ഇതേ കാലയളവിലാണ് മേൽശാന്തിയായിട്ട് ഇവിടെ മേൽശാന്തി പദവി അലങ്കരിച്ചത്. അന്ന് ഏറെക്കുറെ 6 മാസവും മേൽശാന്തിയുടെ കൂടെ സഹായിയായിട്ടാണെങ്കിൽ പോലും ഭഗവാനെ സേവിക്കാനുള്ളൊരു മഹാഭാഗ്യം അന്ന് ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്തൊന്നും ഈ ചോറൂണ് അങ്ങനെ കാര്യങ്ങളൊന്നും ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഒന്നും നമ്പൂതിരിമാരുടെ ഇടയിൽ അന്നും ഇന്നും കുറവായിരിക്കും. എൻ്റെ കുടുംബത്തിൽ എനിക്കും അനിയനും മാത്രമാണ് അത്ര ഗുരുവായൂർ വെച്ചിട്ട് ചോറ് കൊടുത്തിട്ടുള്ളത്. ഈ അടുത്ത കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ഒരു വർഷത്തിലൊരു 3 ദിവസം ഗുരുവായൂരപ്പനെ ഭജിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഒരു 3 ദിവസമൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ ഭജിക്കുന്നൊരു സമ്പ്രദായം കൂടി ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആയിരിക്കാം ഇത്തരം ഒരു മഹാഭാഗ്യത്തിലേക്ക് എത്തിച്ചു തന്നത്. ഭഗവാനെ ഭജിക്കാൻ സാധിച്ചതിലുള്ളൊരു പുണ്യം, ആ ഭജിച്ചതിൻ്റെ ഒരു പുണ്യം അതൊക്കെ ആയിരിക്കാം. ഗുരുവായൂരിലെ ചില വിശേഷങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ല, നമ്മൾ ഇവിടുത്തെ കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ പറയാൻ, ഗുരുവായൂരപ്പൻ്റെ വിശേഷപ്പെട്ട പൂജ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പന് സപരിവാരം പൂജ എന്നാണ് പറയുക. ഈ പ്രത്യേകിച്ച് ഗുരുവായൂർ ഉച്ചപൂജ സപരിവാരം പൂജയോട് കൂടിയിട്ടാണ്. നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആയിരിക്കാം ഉജ്ജന്മ സുഹൃതം എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രയേറെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. ഗുരുവായൂരപ്പൻ അതിനായിട്ട് നിയോഗിക്കുള്ളൂ. എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ നട തുറക്കുക, ആ പാതാളാഞ്ജന ശിലയിലൊന്ന് സ്പർശിക്കുക, ഭഗവാന്റെ പൂജകളൊക്കെ ചെയ്യാം. ഒന്നുകൂടെ രസമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയായിട്ടുള്ള ഭഗവാനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുക, ഭഗവാനെ കുളിപ്പിച്ചു കൊടുക്കുക, ഭക്ഷണമൊക്കെ കൊടുക്കുക, പിന്നെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് താരാട്ട് പാടി ഉറക്കുക. അങ്ങനെ ഉണ്ണിയായിരിക്കുന്ന ഭഗവാന്റെ അമ്മയായിരിക്കുക. എന്തൊരു ഭാഗ്യമല്ലേ, എന്തൊരു പുണ്യമാണത്. ഈ ഒരു മനുഷ്യജന്മത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യം. ആ ഒരു പുണ്യം സിദ്ധിച്ച ഒരു വിശിഷ്ട വ്യക്തിയോടൊപ്പമാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ നിയുക്ത മേൽശാന്തി തെക്കുംപറമ്പത്ത് മന ശ്രീ നാരായണൻ നമ്പൂതിരിയോടൊപ്പം. അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് മേൽശാന്തിയുടെ വിശേഷങ്ങൾ തന്നെ ചോദിച്ചറിയാട്ടോ. അങ്ങയുടെ ഇപ്പം നിലവിലുള്ള ഒരു കർമ്മമണ്ഡലത്തെ കുറിച്ചിട്ട്, ഇപ്പോൾ മേൽശാന്തി ആയിരിക്കുന്ന ആ ക്ഷേത്രത്തെക്കുറിച്ചും അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം അതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എന്ന് കരുതാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ നിലവിൽ ചെർപ്പളശ്ശേരി ഇല്ലിക്കോട്ടുകുറിശി ശിവക്ഷേത്രത്തിൽ മേൽശാന്തിയാണ്. ഒരു 15 വർഷമായിട്ട്. എൻ്റെ ഇല്ലം ചെർപ്പളശ്ശേരിക്ക് അടുത്ത് തന്നെ കാറൽമണ്ണ എന്ന ഗ്രാമത്തിലാണ്. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്നൊരു വളരെ വിശേഷപ്പെട്ടൊരു പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു പേര് കേട്ട ഒരു അമ്പലമാണ്. അമ്പലത്തിനോട് ചേർന്നാണ് എൻ്റെ ഗൃഹം ഉള്ളത്. തറവാട് ഏറെക്കുറെ അടുത്ത് തന്നെയാണ്. അച്ഛൻ ഇപ്പോൾ കൂടെ ഇല്ല. അതുപോലെ അച്ഛനും അമ്മയുണ്ട്. ആ അച്ഛനമ്മമാരിൽ കൂടി അവരുടെ ആ ഒരു പുണ്യം അല്ലെങ്കിൽ സുഹൃതം, അവരുടെ ആ ജന്മത്തിൻ്റെ ജന്മസുഹൃതമായിട്ടാണ് ഈ ഒരു മേൽശാന്തിപദം എനിക്ക് വന്നു ചേർന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം, 40 വർഷത്തിലേറെ കാലം
നിസ്വാർത്ഥമായി എന്ന് തന്നെ പറയാം. നമുക്കറിയാം ഒരു 40 കൊല്ലം ഇല്ലെങ്കിൽ ഒരു 60, ഒരു ഞാൻ പറയുന്നത് തന്നെ ഒരു 15, ഒരു 25 കൊല്ലം പിന്നിലേക്കാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 10, 60, 70 കൊല്ലത്തിന് മുമ്പ് ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജ ചെയ്യുന്ന ഒരു ശാന്തിക്കാരൻ ഒരു 40 വർഷത്തോളം ഒരേ ക്ഷേത്രത്തിൽ, അതും നിസ്വാർത്ഥമായിട്ട് തന്നെ. കാരണം നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലൊന്നും കാര്യമായിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. കാരണം വളരെ തുച്ഛമായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ, ഇന്നത്തെ പോലെ ദേവസ്വം ബോർഡ് എന്നുള്ളൊരു സംവിധാനങ്ങളോ മറ്റോ ഒന്നുമില്ല. ആ ഗ്രാമത്തിലൊരു ക്ഷേത്രം, അതിൽ വിളക്ക് വെക്കാൻ തന്നെ വളരെ കഷ്ടപ്പെടുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു 40 വർഷത്തോളം അത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. കാറൽമണ്ണ ഇളന്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിസ്വാർത്ഥമായി ഒരു 10-40 വർഷത്തിലേറെ ഭഗവാനെ ആരാധിച്ച് തപസ് ചെയ്തൊരു ഒരു പുണ്യം നേടിയൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. അത് പറയാതെ വയ്യ. ആ അച്ഛൻ ചെയ്ത തപസ് അല്ലെങ്കിൽ ഭഗവാന്റെ ആ പാദസേവ, അതിൽ നിന്നും ആ ഭഗവാൻ ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയൊരു കാരുണ്യം, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. അതിൽ അമ്മ ഇപ്പോഴുണ്ട് ഞങ്ങളുടെ കൂടെ. അമ്മയ്ക്ക് ഏകദേശം 94 വയസ്സോളമായി. ഈ മേൽശാന്തിപദം ഇതിനു മുമ്പും ഞങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകിയൊരു വളരെ ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് ഇത്. കാരണം എൻ്റെ അനിയൻ, അതായത് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ നിലവിലെ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, തെക്കമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി 2010 ഈ ഏപ്രിൽ മാസത്തിൽ തുടങ്ങുന്ന ഈ ഊഴത്തിൽ ഇവിടെ മേൽശാന്തിയായിട്ടുണ്ട്. അദ്ദേഹം ശബരിമലയിലും കൂടെ തീർച്ചയായിട്ടും അദ്ദേഹം 2016-17 കാലഘട്ടത്തിൽ ശബരിമലയിലെ മേൽശാന്തിയായിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഭഗവാന്റെ ആ അച്ഛൻ കുറേ കാലം സേവിച്ച ആ ഇളന്തിരുത്തി മഹാവിഷ്ണു, ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അച്ഛനിലൂടെ വന്നു ചേർന്നതാവാം ഞങ്ങൾ ഈ സുഹൃതത്തിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത്. എൻ്റെ കുട്ടിക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. നിങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടല്ല എങ്കിൽ പോലും അന്ന് ഒന്നും അറിയാത്തൊരു കുട്ടിക്കാലത്ത് നമ്മൾ ഈ സത്സംഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് കൂടെ കുട്ടിക്കളിയായിട്ടാണെങ്കിലും അതിൽ കൂടെയൊക്കെ നമ്മൾ ആ സത്സംഗം നടക്കുന്ന സ്ഥലത്തൊക്കെ ഓടി നടന്നിട്ടാണെങ്കിൽ പോലും ഇന്ന് ഈ പദത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വിത്ത് അന്ന് ഭഗവാൻ വിതച്ചിട്ടുണ്ടെന്നാണ്. ഭഗവാൻ എല്ലാം മുൻകൂട്ടി അറിയുന്നതാണ്. അങ്ങും ഒരുപാട് സപ്താഹങ്ങളുടെ ഒക്കെ ആചാര്യനായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഭഗവത് ആചാര്യ പദവിയിലൊന്നല്ലെങ്കിൽ പോലും ഗുരുവായൂരപ്പൻ ആ ഒരു ഭാഗവത സ്വരൂപിയായിട്ട് അദ്ദേഹത്തിൻ്റെ സേവ ചെയ്യാനായിട്ട് കുറച്ച് വർഷത്തോളം ഞാൻ ഈ ഭാഗവത രംഗത്തും ഉണ്ടായിരുന്നു. പിന്നെ സഹോദരങ്ങളുണ്ട്. ഭാര്യ ശ്രീജ എന്നാണ് പേര്. ഒരു മോനുണ്ട്. മോൻ ശ്രീനാഥ് എന്നാണ് പേര്. മോൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഫാർമ കമ്പനിയിൽ. വൈഫ് ചെറുപ്പശ്ശേരിക്കടുത്ത് മാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ ടീച്ചറാണ്. ഇപ്പോൾ മേൽശാന്തിയായിട്ട് കയറുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ പഴയ മേൽശാന്തിമാരടുത്ത് കുറച്ച് ദിവസം ചിലവഴിക്കുക. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഒന്നുകൂടെ അറിയാനായിട്ട് സാധിക്കുമല്ലോ. അപ്പം അങ്ങയെ സംബന്ധിച്ചിടത്തോളം അനുജൻ മേൽശാന്തി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള, നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരാൾ തന്നെ മേൽശാന്തിയാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ അറിയാനായിട്ട്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ, ആ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. അനിയൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ 2010 ഏപ്രിൽ 1 ഇതേ കാലയളവിലാണ് മേൽശാന്തിയായിട്ട് ഇവിടെ മേൽശാന്തി പദവി അലങ്കരിച്ചത്. അന്ന് ഏറെക്കുറെ 6 മാസവും മേൽശാന്തിയുടെ കൂടെ സഹായിയായിട്ടാണെങ്കിൽ പോലും ഭഗവാനെ സേവിക്കാനുള്ളൊരു മഹാഭാഗ്യം അന്ന് ഉണ്ടായിട്ടുണ്ട്. അന്ന് കൂടെ നിന്നുകൊണ്ട് നമുക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ മേൽശാന്തിയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, മേൽശാന്തിയുടെ സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. കാരണം അദ്ദേഹം നമുക്ക് ഒരു മേൽശാന്തിയുടെ കൂടെ സഹായിയായിട്ട് നിൽക്കുന്നവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഭഗവാന്റെ നിവേദ്യങ്ങളെല്ലാം മേൽശാന്തി റൂമിലേക്ക് കൊണ്ടുപോയി അതെല്ലാം അതിൻ്റെ ആ വളരെ വിശേഷപ്പെട്ട സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങളൊക്കെ കൃത്യമായിട്ട് അതൊക്കെ ആ നിവേദ്യങ്ങളൊക്കെ മാറ്റി അതവിടെ ഭഗവാന് കൊണ്ടുവന്ന് വയ്ക്കുന്നൊരു അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതൊക്കെ.
മേൽശാന്തിയുടെ കൂടെ മേൽശാന്തിക്കാണ് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം ഇത്തരം കാര്യങ്ങൾ. അപ്പം അത്തരം കാര്യങ്ങൾ പിന്നെ പ്രസാദം കൊടുക്കുന്നത്, മേൽശാന്തി പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനെ സഹായിക്കൽ, മൊത്തത്തിൽ അദ്ദേഹത്തിന് പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അതിനാണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്കൊരു മേൽശാന്തിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ സജ്ജനങ്ങളായിട്ടും ഇവിടുത്തെ പ്രവർത്തിക്കാരായിട്ടും നമുക്ക് കൂടുതൽ ഇടപഴകാൻ പറ്റും. കാരണം ആ ഒരു ബന്ധം ഇന്നും നമുക്ക് ഇവിടെ ഉണ്ട്. അന്ന് കണ്ട കുറേ മുഖങ്ങളൊക്കെ ഇന്നും നമുക്ക് ഗുരുവായൂരിലുണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. വളരെ നമുക്ക് ഏത് കാലത്ത് എപ്പോൾ വരുമ്പോഴും നമുക്ക് ഗുരുവായൂരിൽ നിന്നുള്ള കുറേ ചിരിച്ച മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മളായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള കുറേ മുഖങ്ങൾ കാണാൻ പറ്റും. എപ്പോഴും വലിയൊരു സന്തോഷത്തോട് കൂടിയിട്ട് പെരുമാറുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അത്തരം കുറേ കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ അനിയൻ്റെ മേൽശാന്തി സ്ഥാനത്ത് ആ സമയത്ത് നമുക്ക് 6 മാസം നിന്നത് കൊണ്ട് നമുക്ക്, പക്ഷേ ക്ഷേത്രത്തിനകത്ത് ഒരു മേൽശാന്തി പൂജാതി വിഷയങ്ങളിലേക്കൊന്നും അത്തരം കാര്യങ്ങളൊക്കെ വളരെ കാരണം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ് ഗുരുവായൂരത്തെ കാര്യം. കാരണം മേൽശാന്തിക്ക് അകത്തെ ഒരു പൂജയ്ക്ക് ഒരു സഹായവും നമുക്ക് പുറത്തുനിന്നുള്ളവരുടെ ഇല്ലെങ്കിൽ സഹായികളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കീഴ്ശാന്തിക്കാരും അല്ലെങ്കിൽ ഓദിക്കന്മാർ, തന്ത്രി ഓദിക്കന്മാരും കീഴ്ശാന്തിക്കാരും മാത്രമേ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പോൾ പൂജയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒരു സഹായിക്കേണ്ട ഒരു ആവശ്യങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചും പുറമേ നിന്നുള്ളവർക്കും ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ മേൽശാന്തിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ബാഹ്യമായിട്ട് കുറേ കാര്യങ്ങളായിട്ട് അദ്ദേഹത്തിന് സഹായിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു മേൽശാന്തി ഒരു 6 മാസക്കാലം അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ടും അതൊക്കെ നമ്മൾ കൂടെ നിന്ന് കാണുന്നത് കൊണ്ട് പിന്നെ ആ ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു തപസ്സാണ്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരാറുണ്ടോ? നന്നേ ചെറുപ്പത്തിലെ ആരുടെ കൂടെയൊക്കെയാണ് വരാറുള്ളത്? മാതാപിതാക്കള്, ഒപ്പം അങ്ങയുടെ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ അറിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊക്കെ ഇഷ്ടമാണ്. ആരിൽ നിന്നാണ് ഈ പൂജാവിധികളൊക്കെ പഠിച്ചത്? ഗുരുക്കന്മാരെ തീർച്ചയായിട്ടും നമുക്ക് സ്മരിക്കണല്ലോ. അപ്പൊ അതിനുള്ളൊരു അവസരം കൂടിയാണ്. ഞങ്ങളുടെ ഇല്ലത്ത്, ഞങ്ങളുടെ കുടുംബം ഇല്ലെന്നാണ് ഞങ്ങൾ പറയുക. നമ്പൂതിരിമാരുടെ ഗ്രഹത്തിന് ഇല്ലെന്ന് പറയും. ഞങ്ങളുടെ ഇല്ലത്തെ ഞങ്ങൾ 6 മക്കളാണ്. പഴയ കാലത്തൊന്നും ഈ ചോറൂണ് അങ്ങനെ കാര്യങ്ങളൊന്നും ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊന്നും നമ്പൂതിരിമാരുടെ ഇടയിൽ അന്നും ഇന്നും കുറവായിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഗൃഹങ്ങളിൽ വെച്ച് ഈ ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ വിശേഷങ്ങൾക്കും ക്രിയകളുണ്ട്. ഒരു ക്രിയാഭാഗത്തോടു കൂടിയാണ് ചടങ്ങുകളൊക്കെ ചെയ്യുക. അപ്പോൾ പേരിടുന്നതിനൊരു ക്രിയയുണ്ട്, ചോറൂണിന് ക്രിയയുണ്ട്, അങ്ങനെ എല്ലാറ്റിനും ക്രിയകളോട് കൂടിയാണ് ബ്രാഹ്മണരൊക്കെ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ചോറൂണ് ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. എൻ്റെ കുടുംബത്തിൽ എനിക്കും അനിയനും മാത്രമാണ് അത്ര ഗുരുവായൂർ വെച്ചിട്ട് ചോറ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞങ്ങളത് ചോറൂണിന്റെ കഥയും നമുക്ക് ഓർമ്മയില്ലല്ലോ. എങ്കിൽ പോലും അപ്പൊ ഞങ്ങളുടെ ചോറൂണ് ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സഹോദരിമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ദുർലഭമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, മിക്കവാറും നമ്മുടെ അമ്പലങ്ങളിലാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലാവാം, ഞങ്ങളുടെ ബ്രാഹ്മണരുടെ ഇടയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ക്രിയാദികളോട് കൂടി അവനവൻ്റെ ഗൃഹങ്ങളിൽ വെച്ച് തന്നെയാണ് കൂടുതൽ അത് ചെയ്യാറ്. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ ഗുരുവായൂർ വെച്ചിട്ട് ചോറ് കൊടുത്തതായിട്ടാണ് സഹോദരിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷം ഗുരുവായൂർക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂർ എല്ലാ മാസവും തൊഴുന്ന കുറേ പേര് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർക്ക് കാരണവന്മാരുടെ കൂടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം നമ്മളൊരു സ്കൂൾ പ്രായമൊക്കെ കഴിഞ്ഞ് നമുക്ക് വരാമെന്നുള്ള കാലഘട്ടമായപ്പോഴേക്കും ഞാനും അനിയനും കൂടിയിട്ട് ധാരാളം തവണ ഗുരുവായൂർ വന്ന് തൊഴുതു പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ മേഖല പൂജാമേഖല തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗുരുവായൂർ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും എന്നുള്ളതൊന്നും അല്ല, എങ്കിൽ പോലും നമ്മൾ ഗുരുവായൂർ ദർശനം എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഈ അടുത്ത കാലങ്ങളായിട്ട് ഈ മേൽശാന്തി നറുക്കെടുപ്പ് തുടങ്ങിയ കാലം മുതൽ എല്ലാ മാസവും എന്ന് പറഞ്ഞ പോലെ തന്നെ ചില മാസങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകാം, എങ്കിൽ പോലും ഞങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ വന്നിട്ട് ഗുരുവായൂർ വന്ന് ഭഗവാനെ ഭജിക്കാറുണ്ട് എല്ലാവരും. ഈ അടുത്ത കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ഒരു വർഷത്തിലൊരു 3 ദിവസം ഗുരുവായൂരപ്പനെ ഭജിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഒരു 3 ദിവസമൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ ഭജിക്കുന്നൊരു സമ്പ്രദായം കൂടി ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ
അതെല്ലാം ആയിരിക്കാം ഇത്തരം ഒരു മഹാഭാഗ്യത്തിലേക്ക് എത്തിച്ചു തന്നത്. ആ ഭഗവാനെ ഭജിക്കാൻ സാധിച്ചതിലുള്ളൊരു പുണ്യം, ആ ഭജിച്ചതിൻ്റെ ഒരു പുണ്യം അതൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ കുറച്ചു കാലം ഭാഗവതത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയില്ലെങ്കിൽ പോലും ആ ഭാഗവതത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ ആ സഹാചാര്യന്മാരായിട്ടൊക്കെ പങ്കെടുത്തതിൻ്റെയും ഈശ്വരനാമങ്ങൾ ചൊല്ലിയതിൻ്റെയും ഈശ്വര കീർത്തനങ്ങൾ പാടിയതിൻ്റെയൊക്കെ ഒരു വലിയൊരു പുണ്യമായിരിക്കാം ഗുരുവായൂരപ്പൻ ഇതിലൂടെ അനുഗ്രഹിച്ച് നൽകിയത്. പിന്നെ ഗുരുനാഥന്മാരെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ തന്നെയാണ് ആദ്യത്തെ ഗുരുനാഥൻ. പൂജാ കാര്യങ്ങളുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നത് അച്ഛൻ തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ വലിയ പൂജകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരി എന്നൊരു മറ്റൊരു ഗുരുനാഥനാണ്. പിന്നെ ഈ ഗുരുവായൂരിലെ ചില വിശേഷങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ല, നമ്മൾ ഇവിടുത്തെ കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ പറയാൻ, ഗുരുവായൂരപ്പൻ്റെ വിശേഷപ്പെട്ട പൂജ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പന് സപരിവാരം പൂജ എന്നാണ് പറയുക. ഈ പ്രത്യേകിച്ച് ഗുരുവായൂർ ഉച്ചപൂജ സപരിവാരം പൂജയോട് കൂടിയിട്ടാണ്. അപ്പം അങ്ങനെ അത്തരം വിശേഷങ്ങളൊക്കെ പല ഗുരുനാഥന്മാരും അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, നമുക്ക് ഇനി പറഞ്ഞു തരുന്ന വ്യക്തി നമ്മളിൽ നിന്നും പ്രായം കുറഞ്ഞവരാണെങ്കിലും കൂടിയവരാണെങ്കിലും എന്തൊരു കാര്യം നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തി ഗുരുനാഥനാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഗുരുനാഥന്മാർ പലരും ഉണ്ടെങ്കിൽ പോലും അച്ഛനും ഈ വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരിയും തന്നെയാണ് പ്രധാന ഗുരുനാഥന്മാർ. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയാകുമെന്ന് പറഞ്ഞ സുഹൃതം തന്നെ എന്ന് പറഞ്ഞു. കാരണം ഉണ്ണിയുടെ അമ്മയാകാനായിട്ട് സാധിക്കുകയാണ്. അത് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. മേൽശാന്തിയൊക്കെ പഴയ മേൽശാന്തിമാർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നാലമ്പലത്തിനകത്ത് അവർ എല്ലാം തിട്ടപ്പെടുത്തുന്നത്. അപ്പം അതൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതേക്കുറിച്ചും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതേക്കുറിച്ച് എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഈ പറഞ്ഞ പോലെ മേൽശാന്തി പദവി എന്നുള്ളത് പ്രത്യേകിച്ചും ഏതൊരു ക്ഷേത്രത്തിനും മേൽശാന്തി പദവി വളരെ ഉത്തരവാദിത്തപ്പെട്ട തന്നെയാണ്. ഗുരുവായൂർ പോലുള്ളൊരു മഹാക്ഷേത്രത്തിലെ മേൽശാന്തി പദവി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഉത്തരവാദിത്തങ്ങൾ അതിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അനുഭവം ഇതിനു മുമ്പിലത്തെ അനിയൻ്റെ കാര്യങ്ങൾ കൂടെ കുറേ അനുഭവം ഉണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ആ ആഭരണങ്ങളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് ഇതെല്ലാം എണ്ണി മാറി വരുന്ന മേൽശാന്തിക്ക് അത് മുഴുവൻ അതെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മളത് പ്രത്യേകിച്ച് കൈമാറുമ്പോൾ പഴയ മേൽശാന്തിമാരെ പുതിയ മേൽശാന്തിമാരെ ഏറ്റെടുക്കുമ്പോൾ ഭഗവാന് അലങ്കരിക്കുന്ന ആഭരണങ്ങളുടെ കണക്കുകൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സ്വർണം വെള്ളി പോലുള്ള കാര്യങ്ങളുടെ ഇതൊക്കെ തീർച്ചയായിട്ടും അതൊരു കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാം ഭഗവാൻ ഇത്രയും അനുഗ്രഹിച്ച് നൽകിയ ഒരു മേൽശാന്തി പദവി ഭംഗിയാക്കി കൊണ്ട് നടത്താൻ ഭഗവാൻ എല്ലാ രീതിയിലും അനുഗ്രഹിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അങ്ങേയറ്റത്തെ വിശ്വാസം. അതിനൊരു ബുദ്ധിമുട്ടും വരാതെ ഭഗവാൻ കൂടെ കൊണ്ടു നടക്കുന്ന തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭാലങ്കാരം വളരെ വിശേഷമാണ്. ഭക്തജനങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് പല രൂപത്തിലെ ഭാവത്തില് ഭഗവാനെ കാണാനായിട്ട്. അപ്പോൾ മുൻപ് അങ്ങേക്ക് ഇങ്ങനെ ചാർത്തിയിട്ടുള്ള പരിചയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാൻ വയ്യ. ഞാൻ ചാർത്തിയിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് മേൽശാന്തിയായിരുന്ന ബോംബെയിലത്തെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ അന്ന് കുറച്ച് വർഷത്തോളം എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമൊക്കെ ഞാൻ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്നു. അന്ന് അവിടെ പ്രധാന ദേവൻ അയ്യപ്പസ്വാമിയാണ്. അവിടെ ഉപദേവന്മാരുണ്ട്. അവർക്കൊക്കെ അന്ന് ഞാൻ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ചന്ദനം ചാർത്തി കൂടുതൽ പരിചയം ഇല്ല. ഇനിയിപ്പോൾ അത് വീണ്ടും നമുക്ക് പരിചയപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണല്ലോ ഈ മേൽശാന്തി പദവിയിൽ കൂടെ വേണ്ടത്. എന്തായാലും തീർച്ചയായിട്ടും ഭഗവാനെ ഓരോ ദിവസവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭഗവാന്റെ ഓരോ രൂപങ്ങളിൽ മേൽശാന്തിമാർ അലങ്കരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ നിർവൃതിയോടുകൂടി നമ്മൾ തൊഴുതു പോരാറുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളും അത് ചെയ്യണമല്ലോ തീർച്ചയായിട്ടും. എന്തായാലും അതിനൊക്കെ ഉള്ളൊരു മഹാഭാഗ്യം കൈവന്നു എന്നുള്ളതും അത് ഏത് രൂപത്തിലാണ് ഭഗവാനെ ഓരോ ദിവസവും അലങ്കരിക്കേണ്ടത് ഭഗവാൻ തന്നെയായിരിക്കാം നിശ്ചയിക്കുന്നത്.
നമുക്കൊരു മുൻവിധിയൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ അങ്ങനെയാണ് പല മേൽശാന്തിമാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഏത് രീതിയിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ അതിനുള്ളൊരു വഴി, ഇല്ലെങ്കിൽ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഭഗവാൻ തന്നെ അത് പറഞ്ഞു തരുമെന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങയുടെ വിലപ്പെട്ട കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിപദം വളരെ നന്നായി തന്നെ അങ്ങേക്ക് അലങ്കരിക്കാനായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും നിറയെ ഭക്തിയും എല്ലാം നൽകിയിട്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അങ്ങയും അങ്ങയുടെ കുടുംബാംഗങ്ങളെയും എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും സന്തോഷം.